ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇത് മോൻ്റെ സ്കൂളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇന്നലെ PTAയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് കേട്ടോ. 35 പേരുണ്ട്. ഒരു 2-3 പേര് വന്നിട്ടില്ല, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് വൈസ് പ്രിൻസിപ്പാൾ. ഇത് പിന്നെ ഞങ്ങളുടെ PTA മദർ PTA ആണ്. അതുപോലെ തന്നെ ഇത് PTA പ്രസിഡൻറ്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ, ഒരു കൊല്ലത്തെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ എല്ലാവരുടെയും ഒന്നും ഞാൻ ഇടുന്നില്ല. ഇത് രേഷ്മ റിപ്പോർട്ട് വായിക്കാം കേട്ടോ, ഒരു കൊല്ലത്തെ റിപ്പോർട്ട്. അപ്പോൾ അതുപോലെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ സംസാരിച്ചു, ചിലവരൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാവരും കുറേശ്ശെ ഞാനിങ്ങനെ ആയിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, എന്താണ് ഒരു കൊല്ലത്തിൽ എന്തൊക്കെ ഉണ്ടായി, എങ്ങനെയാണ് ഇനി അടുത്ത കൊല്ലം എന്തൊക്കെ, അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും മൊമെൻറ്റോ, എല്ലാവരുടെ ഫോട്ടോ വെച്ചിട്ട് മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വൈസ് പ്രിൻസിപ്പാളാണ് കേട്ടോ എല്ലാവർക്കും മൊമെൻറ്റോ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മൊമെൻറ്റോ കൊടുത്തു, എല്ലാവരും അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നമുക്ക് എല്ലാവരും ഇടാൻ പറ്റില്ലല്ലോ, അപ്പോൾ കുറച്ച് പേരുടെയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ മൊമെൻ്റ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ പോസുകൾ, ഏതൊക്കെ പോസുകളാണ് കിട്ടിയത്. നല്ല പോസൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും കിടക്കട്ടെ. അങ്ങനെ എല്ലാവരും പിന്നെ ഞങ്ങളൊരു പിന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു, ഒരു 1:30-ക്ക് 2 മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്നാക്സ് ആയിരുന്നു, ചായയും സ്നാക്സ് ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായയും സ്നാക്സും ഉണ്ടായിരുന്നു. സ്നാക്സ് പറഞ്ഞാൽ അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഞാനൊന്നും കഴിച്ചില്ല, ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നു. അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. അതിൽ അത്യാവശ്യം കട്ട്ലേറ്റ്, പപ്സ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ബോട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ബോട്ടിങ് ഇവിടെയാണ് കേട്ടോ, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഓരോരോ വണ്ടിയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ തൊട്ടടുത്തപ്പോൾ എല്ലാവർക്കും വണ്ടിയുള്ള കാരണം പിന്നെ എല്ലാവരും വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ബോട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മറ്റുള്ളവർ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബോട്ടിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബോട്ട്. അപ്പോൾ എല്ലാവരും ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നല്ല സ്ഥലമാണ് കേട്ടോ, ഞങ്ങളുടെ വൈബാണ്, ഞങ്ങളുടെ നാട്ടിലെ വൈബുള്ള സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം കയറിയാലും ഒരു ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല, എത്രയായാലും അല്ലേ. നമ്മൾ കയറിയിട്ടുണ്ടാവും, കുറേ പ്രാവശ്യം കയറിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്കൊരു അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പിന്നെയും ഒരു പേടിയാണ്. അപ്പോൾ അതേ ബോട്ട് ഇങ്ങനെ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ സീനറിയും അതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒരുവിധം എടുത്തിട്ടുണ്ട്. അവരൊന്നും അറിയുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്, ചിലർക്കൊന്നും അറിയില്ല. അങ്ങനെ മുകളിലും ഉണ്ട് കേട്ടോ ഇരിക്കാം, രണ്ട് സ്ഥലത്ത് മുകളിലും ഇരിക്കാം, താഴത്തും ഇരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കണ്ടേ, നമ്മളങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, നല്ല ഭംഗി, അവിടെ കാണാൻ നല്ല സ്ഥലമാണ്, സൂപ്പറാണ്. ഇവിടെ ബോട്ടിങ് ഉണ്ട്, അപ്പോൾ സൂപ്പറാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ചിലർ ഫാമിലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇത് കയറിക്കൊണ്ടിരിക്കുന്നു. ചിലവർ നമ്മൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഒരു ബൈ ടാറ്റ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എടുപ്പിച്ചു കേട്ടോ വീഡിയോ. ഇനിയിപ്പോൾ എന്നെ കാണാണ്ട് ആർക്കും വിഷമം വെച്ചിട്ട് ഞാനും എടുപ്പിച്ചു. അങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി എല്ലാവരും ഇരിപ്പായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കലും തമാശ പറയലും ഒരു രസമാട്ടോ അത്, അല്ലേ. എല്ലാവരും കൂടിയിട്ടൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ അത്രയും നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ കൂടിയിട്ടുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ, തിരമാല അങ്ങനെ ബോട്ടിൻ്റെ ഇതിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ സ്പീഡിൽ തിരമാല ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് പുറത്തെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലത്തെ മാത്രം എടുത്താൽ പോരല്ലോ, നമ്മൾ പുറത്തത്തെ കാഴ്ചകളും കാണണ്ട. പാർക്കിങ്ങിലും വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് വരത്തിച്ചിട്ട് നമ്മൾ പുറത്തത്തെ കുറച്ച് കാഴ്ചകളും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ജുനിക്കുട്ടി ആ വീഡിയോ ഞാൻ പറഞ്ഞപ്പോൾ അവൾ വീഡിയോയ്ക്ക് പോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പോസ് ചെയ്ത് തരും, എന്തിനും പിന്നെ നിന്ന് തരും കേട്ടോ. അങ്ങനെയാണ്, കട്ട ചങ്കാണ് കേട്ടോ.
പിന്നെ അതേ ഇതും അവിടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നല്ല ഭംഗിയുള്ളത് കാണുമ്പോൾ ഞാൻ അങ്ങനെ വെറുതെ പുറത്തത്തെ കുറച്ച് കാഴ്ചകൾ എടുക്കും. നല്ല പച്ചപ്പും നല്ല രസമാണ് കാണാൻ. അവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത്. സൂപ്പർ. അവിടെ ഷൂട്ടിങ് എന്തൊക്കെയോ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്ത് ഇന്ന സ്ഥലമാണ്. നമ്മൾ അറിയുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ, എല്ലാതും നമ്മുടെ അടുത്തല്ലേ. അപ്പോൾ നമ്മൾ ഒരുവിധ സ്ഥലമൊക്കെ നമ്മൾ അറിയണതാണ്. പിന്നെ ശ്രുതി നന്നായി പാട്ട് പാടും കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ പാട്ടുണ്ടായിരുന്നു, നന്നായി പാടിയവള്. ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്തിനാ വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരുന്നു. പാടറിയുന്നവരുണ്ട്, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അറിഞ്ഞാലും അവർ ചിലർ പാടൂല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അവരൊന്നും അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. പാടാൻ താല്പര്യമുള്ളവർ പാടട്ടെ വെച്ചു. അപ്പോൾ ശ്രുതി നന്നായി പാടും. ഇത് പിന്നെ ഞങ്ങൾ കുസൃതി ചോദ്യങ്ങൾ അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കുസൃതി ചോദ്യം അങ്ങനെ പറഞ്ഞ് കുറേ പേര് ആൻസർ പറഞ്ഞു, കുറേ പേര് ആൻസർ പറഞ്ഞില്ല. മിഠായിയൊക്കെ കൊടുത്തു കേട്ടോ, ഉത്തരം പറഞ്ഞവർക്കൊക്കെ മിഠായി അങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 3-3:30 പോയത്. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നെ നമ്മൾ പോസ് ചെയ്യാതിരുന്ന മോശമല്ലേ, എല്ലാവരും പോസ് ചെയ്തിട്ട് നമ്മളും ചെയ്യണ്ടേ. അപ്പോൾ ചുമ്മാ ഞാനും കുറച്ച് പോസ് ചെയ്തു കേട്ടോ. എനിക്ക് ചിരിയും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ കുറേ സ്റ്റിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ് ചെയ്യാം, കമൻ്റ് ഇടുക, ഇതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഞാൻ കുറച്ചെടുത്തോളൂ, കൂടുതലെടുത്ത് ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് കുറച്ചെടുത്തോളൂ. അപ്പോൾ അങ്ങനെ ഇന്നലെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. കൂട്ടുകാരൊക്കെ കൂടിയിട്ട് അങ്ങനെ കൂടിയപ്പോൾ ഹാപ്പി ആയിരുന്നു. എന്താ പറയുക, സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി നേരം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി സുഖമായിരുന്നു. ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഡാൻസൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല. ഡാൻസൊക്കെ ഭയങ്കര നമ്മളങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ചിലവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ ഡാൻസൊന്നും ഇട്ടില്ല, കുറേ സ്റ്റിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ, സീ യു.